യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ? യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ? ആരുമില്ല, 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 ആരുമില്ല. ഈ ദിവസങ്ങളില് യേശുവും ഞാനും, ജീസസ് ആൻഡ് മീ എന്ന വിഷയത്തെ അധികരിച്ച് പഠിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ ഒരു വേദവാക്യം, ജസ്റ്റ് എ സിംഗിൾ വേഴ്സ്, കൊലോസ്യ ലേഖനത്തിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഈ വാക്യം ഞാൻ തന്നെ ഇപ്പോൾ വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ശരിക്കും ഇവിടെ പോള് ഹി സേസ് അബൌട്ട് എ മിസ്റ്ററി. അവിടെ പറഞ്ഞിരിക്കുന്ന ആ മിസ്റ്ററി എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ആ മർമ്മം എന്താണ്? അതായത് അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ ഒരു മർമ്മത്തെക്കുറിച്ച്, മർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ശരിക്കും ഈ മർമ്മം എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, പലപ്പോഴും ഈ മർമ്മം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മളെ ഒത്തിരി പേടിപ്പിക്കും. അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല, അത് വലിയ മർമ്മമാ, അത് ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതൊക്കെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാപിക്കുന്നതാ ബ്രദറെ, അങ്ങനൊന്നും വെറുതെ ഒന്നും എല്ലാവർക്കും ഒന്നും കിട്ടുന്നൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊന്നും പറ്റത്തില്ല, അതിപ്പോഴെനിക്ക് ദൈവം പ്രത്യേകം വെളിപ്പെടുത്തിയതാണ്, അത് ഇതുവരെ ആർക്കും വെളിപ്പെട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അത് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതും മറ്റാർക്കും വെളിപ്പെടുത്താതെ അങ്ങനെയുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ശരിക്കും ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന അനുസരിച്ച് ഇവിടെ വേദപുസ്തകത്തിൽ മർമ്മം എന്ന് പറയുമ്പോൾ അത് ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തതെന്നല്ല, വെളിപ്പെട്ട് കഴിഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് മർമ്മമായിരുന്നു, പഴയ നിയമകാലത്ത് അത് മർമ്മമായിരുന്നു, അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഇപ്പോഴത് മർമ്മമൊന്നല്ല. അതുകൊണ്ട് ഈ കൾട്ട് ഗ്രൂപ്പുകളെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം പറയുന്നത് ഏതാണ്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ദൈവം വെളിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഈ കൾട്ട് ഗ്രൂപ്പുകളെല്ലാം പറയുന്നത്. അവർക്ക് വെളിപ്പെട്ടെങ്കിൽ അവർ നോക്കിക്കോട്ടെ, എന്നിട്ട് നോക്കി എല്ലാം ആചരിച്ച് നേരെ നരകത്തിലോട്ട് പോയിക്കോട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രത്യേകം വെളിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പഠിപ്പിക്കുന്ന, അന്ത്യകാലത്ത് ഞാൻ സ്വർഗത്തിൽ പോയി അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറിയോ പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു ഉപദേശവും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സഭയിൽ ഇതിനെയൊന്നും കയറ്റരുത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാര്യം അങ്ങനെ അന്ത്യകാലഘട്ടത്തിലേക്ക് പ്രത്യേക വെളിപ്പാടോടുകൂടി ആരെയെങ്കിലും അയക്കുമെന്നൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ മർമ്മങ്ങളൊന്നും അന്ത്യകാലഘട്ടത്തിലേക്ക് മാറ്റിവെച്ചിട്ടൊന്നുമില്ല. മർമ്മം എന്ന് പുതിയ നിയമത്തിൽ പൗലോസോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായ കാര്യങ്ങളെല്ലാം വേദപുസ്തക എഴുത്തുകാർ ഉപയോഗിക്കുന്നതെല്ലാം അതിന് മർമ്മമായിരിക്കുന്നത് പഴയ നിയമകാലത്തെ വിശുദ്ധന്മാർക്ക് അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ പുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടാത്ത, ദൈവവചനത്തിലൂടെ വെളിപ്പെടാത്ത പ്രത്യേക മർമ്മമൊന്നും ഈ അന്ത്യകാലത്തേക്ക് ദൈവം മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മർമ്മം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കേ ഇത് അറിയത്തുള്ളൂ, വേറെ ആർക്കും ഇത് അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യം ഉണ്ടായിരിക്കാം. പക്ഷേ അതുപോലെ ലോകത്തിലുള്ള പല ആളുകൾക്കും കർത്താവ് ഇത് അതുപോലെ തന്നെ ദിവസം നമ്മളെ ഓരോ ദിവസം വായിക്കുമ്പോഴും നമുക്ക് മർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ മർമ്മമൊന്നുമല്ല. നമുക്ക് പലപ്പോഴും ഞാൻ 39 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേദം വായിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വായിച്ചാലും അതിനകത്തുനിന്ന് പുതിയ വെളിപ്പാടുകൾ കർത്താവ് നൽകുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇന്നലെ വരെ അറിയത്തില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അർത്ഥം ദൈവം ഇത് എന്നിലൂടെ മാത്രം വെളിപ്പെടുത്താൻ എന്നെ സ്പെഷ്യലായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണെന്നൊന്നും എനിക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല. വേദപുസ്തകത്തിൽ മർമ്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ മർമ്മം എന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ, അത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട കാര്യങ്ങളാണ്.
അതെന്തുകൊണ്ടാണ് പഴയ നിയമ വിശുദ്ധന്മാർക്ക് മനസ്സിലാകാതിരുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല എന്ന് ചിന്തിക്കരുത്. അവർ നമ്മളെക്കാളും ബുദ്ധിമുട്ടവരായിരുന്നുകൊണ്ടൊന്നുമല്ല, അവർക്ക് ദൈവം വെളിപ്പെടുത്തത്തില്ലെന്ന് വാശി പിടിച്ചതുകൊണ്ടുമല്ല. ആ വെളിപ്പാടുകളൊക്കെ ഉണ്ടല്ലോ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട വെളിപ്പാടുകളാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് താമസിച്ച് നമ്മളിൽ ഒരുവനെ പോലെ ജീവിക്കുന്നത് വരെയും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ, അത് യേശുവിൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിക്ക് പഴയ നിയമത്തിൽ യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാതിരുന്ന കാര്യം, പക്ഷേ ഇപ്പോൾ മനസ്സിലാകാത്ത കാര്യമെന്നല്ല അർത്ഥം. നമ്മളും എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അങ്ങനെ അങ്ങ് ചിന്തിക്കാറുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിയിൽ. അതായത് ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടത് പൂർവ്വകാലന്മാർക്ക് മറഞ്ഞിരുന്ന കാര്യമാണ്, പക്ഷെ ഇപ്പോൾ അത് മറഞ്ഞിരിക്കുന്നതല്ല, ഇല്ലേ? ഇപ്പോൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് എൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മൾ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ മർമ്മം എന്നുള്ള കാര്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ, മർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കാനല്ല, പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പറയാൻ പോകുന്ന കാര്യം ഇപ്പോഴുണ്ടായതാണെന്നല്ല, എന്നുണ്ടായതാണ്. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി ദൈവം മുൻനിയമിച്ചിരുന്നതും എന്നാൽ മറഞ്ഞിരുന്നതുമാണ്. അത് ലോക സൃഷ്ടി മുതൽ ഇങ്ങോട്ടുള്ള യഹൂദന്മാരായ ആളുകൾ ഉൾപ്പെടെയുള്ള അബ്രഹാമിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പെട്ട് കിട്ടിയില്ല. എന്നാൽ അവിടെ താഴോട്ട് അത് ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കലാണ്. അതായത് ഇത് നമ്മുടെ തല കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായ കാര്യമല്ല. വേദപുസ്തകത്തിന്റെ കാര്യങ്ങൾ, വേദപുസ്തകത്തിന്റെ മർമ്മങ്ങൾ ബുദ്ധി ഉള്ളതുകൊണ്ട് മാത്രം മനസ്സിലാക്കണമെന്ന് കാര്യം ഇല്ല. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ അച്ഛ എന്തുകൊണ്ട് ഇവർ ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട് ഇതെന്തോ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? ശരിയാണ്, വേദപുസ്തകത്തിലെ ഓരോ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് ഇത് മനസ്സിലാകാത്തത്? അവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അവർ സഞ്ചരിക്കുന്നത്, ഈ ലോകത്തിന്റെ ജ്ഞാനികൾ സഞ്ചരിക്കുന്നത് ഒരു ജ്ഞാനത്തിന്റെ മാർഗമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും ചെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അല്ലാതെ ജ്ഞാനമെന്ന്, അതായത് നമ്മൾ എങ്ങനെയാണ് ജ്ഞാനം കിട്ടുന്നത്? നമ്മൾ പഠിക്കുമ്പോഴല്ല ജ്ഞാനം കിട്ടുന്നത്. അതായത് നമ്മൾ നേടിയെടുക്കുന്നതാണ് അറിവെന്ന് പറയുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ നമ്മൾ അറിവ് നേടിയെടുക്കുകയല്ല, ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അത് നേടിയെടുക്കുന്നൊന്നുമല്ല, ഇങ്ങോട്ടേക്ക് തരിക. അത് നേടിയെടുക്കാനോട്ട് പറ്റത്തുമില്ല. ഒരാൾ എത്ര പരിശ്രമിച്ചാലും വേദപുസ്തകത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അയാൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ബുദ്ധിപരമായി പഠിച്ചൊന്നും ഇത് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ഈ ആത്മീക സത്യങ്ങൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? അത് വെളിപ്പെടുത്തപ്പെട്ടാലേ പറ്റുള്ളൂ. ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. അത് വെളിപ്പെടുത്തി തരുമ്പോൾ അതങ്ങ് ഏറ്റെടുത്താൽ മതി, അല്ലാതെ വേറെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ഇത് വെളിപ്പെട്ടില്ല. അത് വെളിപ്പെടാഞ്ഞത് വെളിപ്പെടുത്തത്തില്ലെന്ന് ദൈവം വാശി പിടിച്ചുകൊണ്ടൊന്നുമല്ല. പ്രത്യുത യേശുവിനെ കണ്ടിട്ടില്ലാത്തൊരു സമൂഹത്തിന്, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തൊരു സമൂഹത്തിന് പലപ്പോഴും യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇന്ന് നമുക്ക് യേശുവിനെ അറിയാവുന്നതുപോലെ അബ്രഹാമിനെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അബ്രഹാം കുറഞ്ഞ ആളാണെന്നല്ല. ദൈവം ആ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല സ്വർഗത്തിലൊക്കെ ആളെ കൊണ്ടുപോകുന്നതൊക്കെ. പഴയ നിയമത്തിൽ ഇപ്പം അബ്രഹാമോ അല്ലെങ്കിൽ ഇസ്ഹാക്കോ അതല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരാരെങ്കിലും അവരൊക്കെ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അവർക്കൊരു പക്ഷെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും ശരിയാണ്. അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല. പക്ഷെ ആ അറിവില്ലാത്ത സമയത്ത് തന്നെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ഈ അറിവുള്ള കാലത്ത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ? അവിടെയാണ് ചോദ്യം. അതുകൊണ്ട് കുറഞ്ഞ വെളിപ്പാടിന്റെ കാലയളവിൽ ജീവിച്ചിരുന്നവര് അനുസരിച്ച അത്രയും പോലും നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ, അവരനുസരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അവർക്കൊരു റീസൺ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു പറയാം. പക്ഷെ നമുക്കങ്ങനല്ലല്ലോ. നമുക്കിത് വെളിപ്പെട്ട് കിട്ടിയിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ, അതായത് ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ അനുസരണമാണ്, നമ്മുടെ അറിവല്ല. അറിവ് കൂടിയവനെ അല്ല ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആരെയാണ്? അനുസരിക്കുന്നവനെയാണ് ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് മർമ്മം ഇവിടെ നമ്മൾ പറയുന്നല്ലോ. പോള് പറയാണ്, ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ, ഇറ്റ് വാസ് ഹിഡൻ. അത് മറഞ്ഞിരുന്നതാണ്. ദൈവത്തിന്റെ ജ്ഞാനം അത്ര ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കും. ഇറ്റ് വാസ് ഹിഡൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹിഡൻ നൗ. ഇപ്പൊ അത് മറഞ്ഞിരിക്കുന്നതല്ല അതിന്റെ അർത്ഥം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇപ്പൊ അത് മറഞ്ഞിരിക്കുന്നതല്ല. അത് പക്ഷേ അതിന്റെ താഴെ പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അതായത് നമ്മളിത് പലപ്പോഴും പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമായിട്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ പോൾ പറയുന്നത് അങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ.
അതായത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. പക്ഷെ ഇന്ന് ആരുടെയും ഒരു കണ്ണും കണ്ടിട്ടില്ലെന്നല്ല അതിന്റെ അർത്ഥം. ഇന്ന് ആർക്കും അറിയത്തില്ലെന്നല്ല. പക്ഷെ നമ്മൾ സാക്ഷി പറയുമ്പോഴെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണത്. ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. നമുക്ക് വല്ല കാറോ വല്ലതും കിട്ടിയതിന്റെ കാര്യമായിരിക്കും പറയുന്നത്. ആ കാറൊക്കെ നമ്മുടെ കിട്ടുന്നതിന് മുമ്പ് എത്രയോ പേര് കണ്ടു. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. ഇതിനെ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ എന്നാ ഇത് എന്നാ അയാളുടെ മനസ്സിലെങ്കിലും തോന്നിട്ടില്ലേ? അല്ല, അതൊന്നും ഇത് പുറത്ത് വന്നൊന്നുമല്ലല്ലോ, ഇത് ആകാശത്ത് നിന്ന് പൊട്ടി വീണൊന്നുമല്ലല്ലോ. അപ്പം നമുക്ക് കിട്ടുന്ന ഈ ഭൗതികമായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വാക്യം ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. കാര്യം ഇതിന്റെ അർത്ഥം അതല്ല. നിങ്ങൾക്ക് കർത്താവ് തരുന്നതിനൊക്കെ നിങ്ങൾ നന്ദി കരയറ്റിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ദൈവം നിങ്ങളെ തള്ളി നരകത്തിലോട്ട് വിടുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം എന്താണ്. ഈ മർമ്മം എന്നിവിടെ പറയുന്നത് ഇപ്പോൾ മറഞ്ഞിരിക്കുന്നതല്ല. അതാണ് മർമ്മം എന്ന വാക്കിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം. വേദപുസ്തകത്തിൽ മർമ്മം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മറഞ്ഞിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് 10-ാം വാക്യത്തിൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാമോ ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ പരിശ്രമഫലം കൊണ്ട് ഇത് നമ്മൾ കണ്ടെത്തിയതാണെന്ന് വരും. പക്ഷേ ഈ പറയുന്ന കാര്യം നാം കണ്ടെത്തിയതല്ല, പ്രത്യുത ദൈവം നമുക്ക് വെളിപ്പെടുത്തിയതാണ്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത്. ഞാൻ ഈ ഭാഗം പല മെസ്സേജസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ബുദ്ധിപരമായി നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് അതിനകത്തെ മർമ്മം എന്നറിയാമോ? നമുക്ക് വേണ്ടി, നമ്മുടെ തേജസ്സിന് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന മാർഗം യേശുക്രിസ്തുവാണെന്നുള്ളത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് എങ്ങനെ അത് അറിയാൻ കഴിയും? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് വരെയും ഇത് അവർക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവരും കൺഫ്യൂഷനിലായിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാരിൽ തന്നെ പലർക്കും ഇതിനെക്കുറിച്ചുള്ള ചില്ലറ അറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അവരും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടില്ല? അവർക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വെളിപ്പാട് ലഭിച്ചിരുന്നില്ല. കാരണം യേശുവിന്റെ വെളിപ്പാടിൽ, ഭൂമിയിലെ വെളിപ്പാടിലൂടെയാണ് ഇതിന് ക്ലാരിറ്റി ഉണ്ടായത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് ഈ മർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം. ഇത് പഴയ നിയമവിശുദ്ധന്മാർക്കായിരുന്നു വെളിപ്പെടാതിരുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് ഇത് വെളിപ്പെട്ടില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. അതിന്റെ കൊലോസ്യ ലേഖനം നമ്മൾ വായിച്ച വേദഭാഗത്തിന് 1-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞതിന്റെ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പൂർവ്വകാലത്തുള്ളവർക്കാണ് മറഞ്ഞിരുന്നത്, അല്ലാതെ നമുക്കല്ല. നമുക്ക് ഇപ്പോൾ അത് തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പോള് ഒരു മർമ്മമായിട്ട് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ദ ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതായത് ദൈവപുത്രനായ യേശുക്രിസ്തു ആ മഹത്വത്തിന്റെ പ്രത്യാശ നമുക്ക് പഠിക്കാൻ പറ്റും. ആ ക്രിസ്തുവിന് നിങ്ങളുടെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റുമെന്നുള്ള മർമ്മം ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതായത് യേശുക്രിസ്തു, മറ്റ് ദൈവങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത എന്താണ്? മറ്റ് ദൈവങ്ങളൊക്കെ നമ്മൾ പോയി ചെന്ന് കാണുകയാണല്ലോ, അല്ലേ? ഞാനിപ്പോൾ മതങ്ങളെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല. അതാണല്ലോ മതം. അതിപ്പോൾ ക്രിസ്തീയ മതത്തിനാണെങ്കിലും ഇപ്പം വന്ന് ദൈവത്തെ എന്ത് ചെയ്യണം? നമ്മൾ ചെന്ന് കാണുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. ഒരു ദൈവവും എന്ത് ചെയ്യുന്നില്ല, അകത്തേക്ക് കയറിയിരിക്കാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നുമില്ല, കയറി വരുന്നുമില്ല.
അല്ലേ? അതുകൊണ്ട് തന്നെ ആ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു യൂണിയൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതിന് ആദ്യം കൊടുത്തിരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ടൈറ്റിലാണ്, ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ്. അതായത് വിശുദ്ധന്മാർക്ക് യേശുക്രിസ്തുവുമായുള്ള ഏകതയുടെ ഐക്യതയുടെ സംസർഗം. യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ഐക്യതയല്ല, ഇറ്റ്സ് നോട്ട് യൂണിറ്റി. യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സംസർഗം. അപ്പൊ ദൈവവും യേശുവും നമ്മളും തമ്മിലുള്ള സംസർഗം ഇതാണ്. അതായത് ഒരു വിശുദ്ധന് യേശുക്രിസ്തുവുമായുള്ള സംസർഗം എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം കൊടുത്ത ടൈറ്റിൽ. പിന്നെ ഞാൻ ചിന്തിച്ചു എന്തിനാ അത്രയൊക്കെ പറയുന്നത്, യേശുവും ഞാനും വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യം പറയാമല്ലോ. ഒത്തിരി എന്താണ് നമ്മൾ എന്താണെങ്കിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നത്, അല്ലാതെ ഇത് നമ്മളെ വേറെ ആർക്കും മനസ്സിലാകാതിരിക്കാം. പറഞ്ഞ പോലെ ഇത് മർമ്മമൊന്നും ആക്കാനല്ലല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളാക്കി. പിന്നെ വേറൊരു വലിയൊരു തമാശയുണ്ട്. കാൾ മാർക്സ് ആദ്യം എഴുതിയ പുസ്തകം എന്നാണെന്നറിയാമോ? ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ് എന്നാണ്. ഞാൻ മരിപ്പച്ച നടത്തിക്കൊണ്ട സമയത്ത് ഒരു 30 വർഷം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ മരിപ്പച്ചക്കത്ത് എഴുതിയിരുന്നു. 33 years ബാക്ക്. ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ്. ഞാൻ അന്ന് എഴുതിയ ആർട്ടിക്കിളിനകത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആളുകളോട്, ക്രിസ്ത്യൻ ചർച്ചിനോട് ചോദിച്ചതാണ്, കാൾ മാർക്സ് എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റായി? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമെങ്കിൽ ഇപ്പോഴും ഇപ്പൊ ആ ബുക്ക് അവൈലബിൾ അല്ല നെറ്റിനകത്ത്. പക്ഷെ ആ ബുക്ക് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അന്ന് ഞാൻ പഠിച്ചപ്പോൾ ഗൂഗിളൊന്നുമില്ല. പക്ഷെ അങ്ങനൊരു ബുക്ക് എഴുതിയ ആളാണ് ഇന്നത്തെ മതത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് ജർമ്മനിയിലെ മതങ്ങൾ എങ്ങനെ മനുഷ്യനെ മയക്കുന്ന കറപ്പായെന്ന് കണ്ട് ദൈവനിഷേധിയായതാണ്. കാൾ മാർക്സ് എന്തുകൊണ്ട് ദൈവനിഷേധിയായി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടെയാണ് ഞാൻ അന്ന് ആർട്ടിക്കിൾ എഴുതിയത്. ഞാൻ 33 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുപോട്ടെ. അപ്പോൾ അന്ന് യേശുക്രിസ്തുവുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്ക് എഴുതണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിന് ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കാൾ മാർക്സിന്റെ ബുക്കാണ്. ഓക്കെ, അതുപോട്ടെ. അപ്പോൾ ഞാൻ ആ ടൈറ്റിൽ മോശം ടൈറ്റിലൊന്നുമല്ല, ഇറ്റ്സ് എ വെരി ഗുഡ് ടൈറ്റിൽ. എന്താണ്? ഒരു വിശുദ്ധന് യേശുക്രിസ്തുവുമായുള്ള സംസർഗം, ദി യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ്. ഒരു വിശുദ്ധന് ദൈവവുമായിട്ടുള്ള യേശുക്രിസ്തുവുമായിട്ടുള്ള സംസർഗം, അതാണ് നമ്മൾ വിഷയമായിട്ട് ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ ആ സംസർഗത്തിലേക്ക് നമുക്ക് വരാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം കൃത്യമായിട്ട് എടുക്കുന്നത്. എന്ത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ ക്രിസ്തു ഉള്ളിലേക്ക് കയറുകയാണ്. ഇന്ന് സഭയുടെയും സമൂഹത്തിന്റെയും എല്ലാം പ്രശ്നം ക്രിസ്തു ഉള്ളിലേക്ക് കയറുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. യേശുവിനെ സ്വീകരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴും ഇതൊന്നും എന്താണ്, അത് ആഴത്തിൽ ക്രിസ്തുവിനെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകണമെന്ന് അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. നമുക്ക് ഇന്ന് നമ്മൾ ഓഫർ ചെയ്യുന്നത് പോലും ശരിക്കും യേശുവിനെ അല്ല. ഒരു ക്രൂസൈഡിനും മറ്റുള്ള മീറ്റിങ്ങുകളിലും ഒക്കെ നമ്മൾ ഓഫർ ചെയ്യുന്നത് യേശുവിനെ അല്ല, യേശു കൊടുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പൊ യേശു കൊടുക്കുന്ന ദ പ്രോബ്ലം ഫോർ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റി, വി ഓഫർ തിങ്സ് ദാറ്റ് ജീസസ് വുഡ് ഗിവ്. യേശു എന്ത് നമുക്ക് തരും എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രസംഗങ്ങൾ തന്നെ നടത്തുന്നത്. അതുകൊണ്ടെന്താണ്, വരുന്ന ആളുകളെല്ലാം യേശു എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചാണ് വരുന്നതും. യേശുവിനെ വേണമെന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് ചാടിക്കറി വരുന്നില്ല. ഐ നീഡ് ജീസസ്. വൈ? ബിക്കോസ് യു സെഡ് ദാറ്റ് ജീസസ് വുഡ് ഗിവ് മീ ദിസ് ആൻഡ് ദാറ്റ്. എനിക്ക് യേശുവിനെ വേണം. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് ഇതെല്ലാം കിട്ടുമെന്ന്. അപ്പൊ അതുകൊണ്ട് യേശുവിനെ വേണമെന്ന് പറയുന്നത് തന്നെ യേശു തരുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു പാരഡൈം ഷിഫ്റ്റ് നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നതായ, ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നതായ ഒരു സിസ്റ്റത്തിന് തന്നെ പ്രസംഗത്തിലും സഭയിലും സമൂഹത്തിലും ആരാധനയിലും എല്ലാം നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകണം. എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, അത് യേശു കേന്ദ്രീകൃതമായ ഒരു ക്രിസ്ത്യാനിത്വം. അതായത് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നതിനും സാധനങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് പകരം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആളുകൾ തയ്യാറാകട്ടെ. വൈ യു ആർ നോട്ട് പ്രീച്ചിങ് അബൌട്ട് ജീസസ് ഇൻസ്റ്റെഡ് ഓഫ്? ഇത് സംഭവിക്കുന്ന എന്താണ്? യേശു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയല്ലേ. TV തുറന്നാലും എന്ത് തുറന്നാലും ഇവിടെ നമ്മളുടെ ഒരു പ്രസംഗത്തിൽ യേശു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എത്ര സമയം നമ്മൾ സംസാരിക്കുന്നുള്ളത്?
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടെലിവിഷൻ പ്രീച്ച് ഒരു 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 ഹാഫ് ആൻ അവർ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് യേശു എന്ന് പറയുന്ന വ്യക്തി, ആ യേശുവിനെ ആർക്കാണ് വേണ്ടത്? അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് യേശുവിനെ കുറിച്ചുള്ള പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു തരുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നതല്ല പോൾ പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ, അതും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലുമല്ല പറയുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ പോലും പിറ്റേ ദിവസം ചോദിച്ചു അത് കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് സാധനങ്ങൾക്ക് വേണ്ടി വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന മെസ്സേജസ് ആണ് ഇന്ന് വേണ്ടതെന്നാണ് എന്റെ ചിന്ത. യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ? യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ? ആരുമില്ല, 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 ആരുമില്ല. വേറെയാരെന്നുള്ളത്തിൻ ഭാരം താങ്ങുവാൻ, വേറെയാരെന്നുള്ളത്തിൻ ഭാരം താങ്ങുവാൻ, അന്ത്യം വരെയും വഴി നടത്തും എന്നും സ്നേഹത്താൽ ദീപ്തമാക്കും. അന്ത്യം വരെയും വഴി നടത്തും എന്നും സ്നേഹത്താൽ ദീപ്തമാക്കും. കാണും ഞാനെൻ പ്രിയരെ തേജസ്സിൻ പ്രഭയിൽ, കാണും ഞാനെൻ പ്രിയരെ തേജസ്സിൻ പ്രഭയിൽ. ഓടിച്ചെന്നു ഞാൻ മുത്തം ചെയ്തിടും എന്റെ ദുഃഖങ്ങൾ അന്നു തീർന്നിടും. ഓടിച്ചെന്നു ഞാൻ മുത്തം ചെയ്തിടും എന്റെ ദുഃഖങ്ങൾ അന്നു തീർന്നിടും. യേശുവേ പോലൊരു സ്നേഹിതൻ ഉണ്ടോ? യേശുവേ